ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്ക്. ഷിജോ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിജോ, പത്തനംതിട്ടയിലും 50% കടന്ന പോളിംഗ് ആണ്. പത്തനംതിട്ടയെ സംബന്ധിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെന്നത് ജനങ്ങളെ ഏത് തരത്തിലാണ് അത് അവർ ആ വിഷയം കണക്കിലെടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണ്? ഇനിയും പോളിംഗ് ശതമാനം ഉയരും എന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ടോ? അനുജ, പത്തനംതിട്ടയുടെ ഇതുവരെയുള്ള പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം കാണാത്ത രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം 2015 70% മുകളിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് പോയത്. അതെന്നാൽ 2020 വരുമ്പോൾ അത് ഏതാണ്ട് 70 നിന്ന് കുറഞ്ഞ് 69 കുറയുന്നു. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയായിരുന്നു. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി ഇപ്പോഴത്തെ കണക്ക് ഈ ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ പോളിംഗ് മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ ഉയരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. സമയം ഏതാണ്ട് 2 മണി വരെ പിന്നിടുമ്പോൾ 50% മുകളിലേക്ക് 51% പോളിംഗ് പിന്നിട്ടിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, പത്തനംതിട്ട ജില്ലയിൽ 4 മുനിസിപ്പാലിറ്റികളിലേക്കും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അവിടെയെല്ലാം ഏതാണ്ട് പന്തളം നഗരസഭയിൽ ഏതാണ്ട് 50% മുകളിലേക്ക് മാത്രം അവിടുത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ. മറ്റിടങ്ങളിൽ 40 മുകളിലേക്കാണ്. അപ്പോൾ അങ്ങേയറ്റം വാശിയേറിയ മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴും ആളുകൾ രാവിലെ 7 മണി മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വോട്ടർമാർ ഇങ്ങനെ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും ഒഴുകിയെത്തുകയാണ്. നഗര ഗ്രാമ മലയോര വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര മേഖലയാണ്. നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി കുറേയധികം മലയോര മേഖലകളുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട. അപ്പോൾ മലയോര മേഖലകളിലടക്കം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സുന്ദരമായൊരു കാഴ്ച പത്തനംതിട്ടയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും സുന്ദരമായൊരു കാഴ്ച ഞാനിവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ കേട്ടോ അനുജ, ഈ പടി കയറി വരികയാണ്. ഇവിടെ ഏതാണ്ട് 50-ലധികം പടിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് വോട്ട് ചെയ്ത് വന്നിട്ട് മടുത്ത് കുത്തി ഇരിക്കുകയായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഈ കാണുന്ന ആളുകൾ, ഈ 4 പേരിലുണ്ട്, 4 സ്ത്രീകൾ, അവർ ഈ ജനവിധി തേടുന്ന 4 രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ്. ഇപ്പോൾ ആദ്യം കാണുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. രണ്ടാമതേയും സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഒരാളെ കാണാം. അപ്പുറത്ത് BJP NDAയുടെ സ്ഥാനാർത്ഥിയുണ്ട്. തൊട്ട് താഴെയായിട്ടിരിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 4 പേരുടെയും ആ ഒരു ഒരുമ നോക്കിയേ. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന്. ഇവരെന്തായാലും ഒരുമിച്ച് ഒരു പടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വരുന്ന ആളുകളോടൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഒരു രാഷ്ട്രീയം. അതെ അനുജ, അതെ. അതായത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് ശാരദാമഠം 33-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന 4 ജനപ്രതിനിധികൾ, ഒരേ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന 4 ജനപ്രതിനിധികൾ. അപ്പോൾ എങ്ങനെയാണ് പരസ്പരം നിങ്ങളുടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ്, അല്ലാതെ ശക്തമായ മത്സരമായിരുന്നു ഞങ്ങൾ 4 പേരും തമ്മിൽ. അപ്പം വോട്ടിംഗ് ദിനമായ ഇന്ന് മത്സരങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും നല്ല സൗഹാർദ്ദപരമായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നു. വോട്ടേഴ്സിനെ കാണുന്നു. അവരോട് നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ നമ്മളോട് കാണിച്ചു കൊടുക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. നല്ല സൗഹൃദമാണ്. ഇപ്പോൾ ഇന്നലെ ഭയങ്കര ചിരിയുണ്ട്, ഭയങ്കര ഒരുമിച്ച് കൂട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതെങ്ങനെയായിരുന്നു? അവിടെ ഈ വീറും വാശിയും ഈ സൗഹൃദത്തിനപ്പുറത്തേക്ക് വീറും വാശിയും ഒക്കെ എങ്ങനെയായിരുന്നു? ശക്തമായ പ്രചരണമായിരുന്നു. ഒരു 3 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ പ്രചരണ മേഖലയിലുണ്ടായിരുന്നു. ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് ഫുള്ള് കുന്നും മലയുമുള്ള മുനിസിപ്പാലിറ്റിക്കുള്ളിലെ ഒരു വാർഡാണ് 33. അത് ഞങ്ങൾ വളരെ വാശിയോടുകൂടി 4, 5, 6 തവണ കീറി തീർത്ത സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമ്മൾ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. കൃത്യമായി നമ്മൾ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരോട് നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇലക്ഷനാണ്, മത്സരമാണ്, അതിന് ഒറ്റ വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. വിജയ് ആരും ആവട്ടെ, ആരായാലും എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു 33-ാം വാർഡിലെ ഒരു പ്രചരണമൊക്കെ? കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നല്ല ശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ കണ്ടുവച്ചു. പിന്നെ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മളൊക്കെ ചെയ്തു കൊടുക്കും. രാഷ്ട്രീയത്തിനുമപ്പുറം സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 4 പേരും 4 വീട്ടിലെ ആൾക്കാരാണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റ ആൾക്കാരായി. പഴഞ്ചൊല്ലി ശരിയല്ലേ? അതെങ്ങനെയാ? ഒരുമയുണ്ടെങ്കിൽ അപ്പുറത്ത് കിടക്കാം. UDF സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ. UDF സ്ഥാനാർത്ഥി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല, എന്താ പറയാനല്ലേ? ശക്തമായ പോരാട്ടമായിരുന്നു. ഈ 33-ാം വാർഡെന്ന് പറയുന്നത് മലകളും കുന്നുകളും മാത്രം നിറഞ്ഞൊരു
സ്ഥലമാണ് പത്തനംതിട്ടയിലെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ വോട്ടർമാരുള്ള സ്ഥലവുമാണ്. അതേപോലെ ഇവിടെ നിരപ്പായ സ്ഥലത്ത് ഒരു വീടും കാണുന്നില്ല, എല്ലാം മലകളും കുന്നുകളുമാണ്. അതേപോലെ ഞങ്ങളുടെ ഈ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധേയമായ ഒരു പോളിംഗ് സ്റ്റേഷനാണ്. ഇത്രയും മലയും കുന്നും കയറിയിട്ടും ഇവിടെ ഇത്രയും സ്റ്റെപ്പ് താണ്ടി വേണം മേൽ വരെ കയറാൻ. അത് മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതെ, അത്തരത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രതിനിധികളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.